ഇത് സ്ഥിരം പുള്ളി കളിക്കാൻ പോകണമെങ്കിൽ അടുത്ത ജാതിക്കാട് കളിക്കും. അടുത്ത ഞാൻ ദളിതനായെന്താ പറയുന്നതെന്ന് പറയും. ഒരു ദളിതനും ഇതുമല്ല പുള്ളിയെ അടിസ്ഥാനപരമായി പുള്ളിയുടെ ഐഡിയോളജി ഉണ്ട്, വായനയും വിവരമുള്ള വ്യക്തിയാണ്. അതൊന്നും ആരും പറയുന്നില്ല. പക്ഷെ പ്രശ്നം എന്താ, ടി.ജി. മോഹൻദാസ് പറഞ്ഞ ആ കാര്യത്തിന്റെ 10 ഇരട്ടി വലിയ വ്യാപ്തിയിലല്ലേ യഥാർത്ഥത്തിൽ പുള്ളി പറഞ്ഞത്. അതിനെക്കാട്ടി 10 ഇരട്ടി ഒഫൻസീവ് അല്ലേ ഈ സാധനം. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സാമൂഹിക പ്രവർത്തകനും എഴുത്തുകാരനുമായ സണ്ണി എം കവിക്കാടിനെതിരെ പോലീസിൽ പരാതികൾ കുന്നുകൂടുകയാണ്. ശബരിമല അയ്യപ്പനെ അധിക്ഷേപിച്ചു എന്നുള്ള സംഭവത്തിലാണ് പരാതികൾ. മലയാളം സർവകലാശാലയിലെ പ്രതിഷേധത്തിൽ സംസാരിക്കവെയാണ് കഴിഞ്ഞ ദിവസം സണ്ണി കപ്പിക്കാട് വലിയ രീതിയിൽ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയത്. ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള നിലപാട് അറിയിച്ചുകൊണ്ട്, ശക്തമായിട്ടുള്ള എതിർപ്പ് അറിയിച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ അടക്കമുള്ള ആളുകൾ രംഗത്തേക്ക് വരുന്നു. വിശ്വാസി സമൂഹത്തെ അടക്കം നാണം കെടുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് ഇത്തരത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇങ്ങോട്ട് തരുന്ന അതേ രീതിയിലുള്ള മറുപടി നൽകാൻ അറിയാഞ്ഞിട്ടില്ല എന്നതടക്കം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിനെതിരെ പരാതി അടക്കം നൽകിക്കൊണ്ടാണ് രാഹുൽ ഈശ്വർ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. മലയാളി വാർത്തയോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വർ സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. സണ്ണി എം കവിക്കാട് സ്വാമി അയ്യപ്പനെ കുറിച്ച് പറഞ്ഞത് തികച്ചും തലതണീയമാണ്, തികച്ചും ജയിലിൽ കിടക്കേണ്ട കാര്യമാണ്. 100% കേസുമായി പോവുകയും ഒരു ദിവസവും സണ്ണി എം കവിക്കാടിനെ കിടത്തുകയും ചെയ്യും, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുകയും. കാരണം ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞാലും, പ്രവാചകൻ മുഹമ്മദ് നബിയെ കുറിച്ച് പറഞ്ഞാലും, അയ്യപ്പനെ കുറിച്ച് പറഞ്ഞാലും, ഏത് മതവിശ്വാസത്തെ കുറിച്ച് പറഞ്ഞാലും, വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞാലും ഇത്തരം അധിക്ഷേപങ്ങൾ സമൂഹം ശക്തമായി തന്നെ പ്രതികരിക്കണം. സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രതികരണമൊക്കെ വെച്ച് ഈ വിഷയത്തിൽ നമ്മൾ ഹിന്ദുക്കൾക്ക് 99% മുസ്ലിങ്ങളും 99% ക്രിസ്ത്യാനികളും വളരെ അനുകൂലമായ പ്രതികരണമാണ് തന്നത്. അത് വളരെ സ്വാഗതാർഹവുമാണ്. അങ്ങനെ തന്നെ വേണം. വളരെ നിന്ദ്യമായ എന്താ പറയുക, എനിക്ക് ആ പ്രസ്താവനകൾ വീണ്ടും പറയാൻ തന്നെ മടിയാണ്. പക്ഷെ അത് പറഞ്ഞില്ലെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാവില്ല എന്ന് ഉള്ളത് കൊണ്ടാണ് അത് പറയുന്നത്. സ്വാമി അയ്യപ്പൻ എന്ന പവിത്രമായ നൈഷ്ഠിക ബ്രഹ്മചര്യത്തിലുള്ള വ്യക്തിയുമായിട്ട് ബലാത്സംഗം പോലൊരു വാക്ക് ചേർത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ അത് അത്യന്തം മനുഷ്യവിരുദ്ധമാണ്, വിശ്വാസവിരുദ്ധമാണ്. സാമുദായിക കലാപം ഉണ്ടാക്കാനും സ്പർദ്ധ ഉണ്ടാക്കാനും ശ്രമിക്കുന്നതിൽ സണ്ണി എം കവിക്കാടിനെതിരെ അതിശക്തമായ നടപടി വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഇന്നലെ രാവിലെ തന്നെ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും, അതായത് മുഖ്യമന്ത്രി വി ഡി സതീശൻജിക്കും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലജിക്കും DGPക്കും കമ്മീഷണർക്കും പരാതി കൊടുത്തു. എനിക്ക് കിട്ടിയ ഒരു നിർദ്ദേശം അവിടുത്തെ ലോക്കൽ സ്റ്റേഷനിൽ കൂടെ പോയി പരാതി കൊടുക്കണമെന്നാണ്. നേരെ ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അവിടെ ഫിസിക്കലി പരാതി കൊടുത്തു. കോടതിയിൽ അത് ഇമ്മീഡിയറ്റ്ലി മൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് പുള്ളി പറഞ്ഞത്. കുറെ കൂടെ തീവ്രമായിട്ടും കുറെ കൂടെ അദ്ദേഹത്തെ തിരിച്ച് അധിക്ഷേപിച്ച് സംസാരിക്കാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ നമ്മുടെ മാന്യതയല്ലല്ലോ, ജനാധിപത്യ ബോധമല്ലല്ലോ എന്ന് വിചാരിച്ചാണ് അത് ചെയ്യാത്തത്. അതുകൊണ്ട് അതിശക്തമായ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകണം. സണ്ണി എം കവിക്കാടിനെ അറസ്റ്റ് ചെയ്യണമെന്ന് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഇതിപ്പോ ഒരു സംഘപരിവാർ അറ്റാക്ക് ആണ് തനിക്കെതിരെ ഉണ്ടാകുന്നത് എന്നുള്ള ഒരു പരാമർശം കൂടെ നടത്തുന്നുണ്ട്. അത് ചുമ്മാ പറയുന്നതാണ്. ഇത് സ്ഥിരം പുള്ളി കളിക്കാൻ പോകണമെങ്കിൽ അടുത്ത ജാതിക്കാട് കളിക്കും. അടുത്ത ഞാൻ ദളിതനായെന്താ പറയുന്നതെന്ന് പറയും. ഒരു ദളിതനും ഇതുമല്ല പുള്ളിയെ അടിസ്ഥാനപരമായി പുള്ളിയുടെ ഐഡിയോളജി ഉണ്ട്, വായനയും വിവരമുള്ള വ്യക്തിയാണ്. അതൊന്നും ആരും പറയുന്നില്ല. പക്ഷെ പ്രശ്നം എന്താ, ടി.ജി. മോഹൻദാസ് പറഞ്ഞ ആ കാര്യത്തിന്റെ 10 ഇരട്ടി വലിയ വ്യാപ്തിയിലല്ലേ യഥാർത്ഥത്തിൽ പുള്ളി പറഞ്ഞത്. അതിനെക്കാട്ടി 10 ഇരട്ടി ഒഫൻസീവ് അല്ലേ ഈ സാധനം. അതുകൊണ്ട് മാത്രമല്ല, രാവിലെ ഏതോ ഒരു ചാനലിൽ സംസാരിച്ചപ്പോൾ എനിക്ക് മുമ്പ് പുള്ളി സംസാരിച്ചിരുന്നു. പുള്ളി പറഞ്ഞു ആ ബലാത്സംഗം എന്ന വാക്ക് അദ്ദേഹം പിൻവലിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. അറിയില്ല, എന്തായാലും സണ്ണി കവിക്കാട് മാപ്പ് പറഞ്ഞാൽ തീരില്ല ഈ വിഷയം. നിയമ നടപടി നേരിടണം. അതിശക്തമായ രീതിയിൽ സണ്ണി എം കവിക്കാടിനെതിരെയുള്ള ആക്ഷനുമായിട്ട് മുമ്പോട്ട് പോകുന്ന കാര്യത്തിൽ ഒരു കാരണവശാലും സംശയം വേണ്ട. ഈ വിശ്വാസികളെ ചൊടിപ്പിക്കാൻ എന്നുള്ള ഉദ്ദേശത്തോടെയാണ് അത്തരമൊരു പ്രസ്താവന നടത്തിയെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഒരു കോളേജിൽ ഒരു അമ്പലം നിർമ്മിക്കുന്നു എന്നതിനൊക്കെ എതിരായിട്ട് സംസാരിച്ചതാണ്, പക്ഷെ ഇത് ചിലർ വളച്ചൊടിക്കുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഒന്നുമല്ല, പച്ചക്കള്ളം പറയുകയാണ്. ഉളുപ്പില്ലാതെ നാണോ മാനോ ഇല്ലാതെ പച്ചക്കള്ളം പറയുകയാണ്. പക്ഷെ അവര് പോലെ ഏതെങ്കിലും കോളേജിന്റെ വീട്ടിൽ പലത് കാണോ? ഒന്നുമല്ലല്ലോ. അദ്ദേഹം അവകാശപ്പെടുന്നത് JNUവിൽ ഒരു അമ്പലം നിർമ്മിക്കുന്ന പശ്ചാത്തലത്തിലാണ് വളരെ പറഞ്ഞത്. എന്നാൽ JNUവിലെ അമ്പലത്തെ വിമർശിക്കണം. സ്വാമി അയ്യപ്പനെയും സുപ്രീം കോടതി അടക്കം അംഗീകരിച്ച നൈഷ്ഠിക ബ്രഹ്മചര്യം എന്ന സങ്കല്പത്തെയാണോ അതില് നമ്മൾ പറയുന്നത്? അപ്പൊ അതൊന്നും ഒരു കാരണവശാലും ക്ഷമിക്കാൻ പറ്റില്ല. ഞാൻ വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നത്, മിതവാദികളുടെ അഭ്യർത്ഥന കേട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മിതവാദികളല്ലാത്തവരെ നേരിടേണ്ടി വരും. അതുകൊണ്ട് മര്യാദയുടെ ഭാഷ അല്ലാതെ സംസാരിക്കാനോ പ്രവർത്തിക്കാനോ ഇവിടെ ആൾക്കാർക്ക് അറിവില്ല എന്നിട്ടൊന്നുമല്ല. ഇതിനേക്കാൾ ശക്തമായിട്ട് വേണമെങ്കിൽ പറയാനോ ഇതിനേക്കാൾ ശക്തമായി പ്രവർത്തിക്കാനോ അറിവുപൂർവ്വം ഒന്നും ഉണ്ടായിട്ടല്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല.
പക്ഷെ അങ്ങനെയല്ല. ഒരു ജനാധിപത്യ സമൂഹമാകുമ്പോൾ എല്ലാവരും പരസ്പരം ബഹുമാനിച്ച് ആദരവോടുകൂടി വിയോജിപ്പുകളെ ബഹുമാന പരസ്പരം പറഞ്ഞു പോകണം എന്നുള്ളതല്ലേ എന്റെ മര്യാദയും മാന്യതയും. അതാണല്ലോ നമ്മുടെ ജനാധിപത്യ ബോധം. ഈ വിഷയത്തിൽ അതിശക്തമായ നടപടി വേണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അറസ്റ്റ് ഉണ്ടാവാതെ പറ്റില്ല. അതിൽ ഈ ന്യായീകരണം കളിച്ച് പതുക്കെ സോഫ്റ്റ് പെഡൽ ചെയ്ത് ഒന്നും പോകുന്നതിന് യാതൊരു അർത്ഥവുമില്ല, യാതൊരു ഡയല്യൂഷനും ഇല്ല. 100% അറസ്റ്റ് ഉണ്ടായേ പറ്റി. എന്തായാലും ശക്തമായിട്ടുള്ള നിയമ നടപടിയായിട്ട് താങ്കൾ മുന്നോട്ട് പോവുകയാണ്. ഓൾറെഡി മുമ്പോട്ട് പോകുന്നുണ്ട്. കോടതി ഓൾറെഡി ഇപ്പൊ സബ്മിറ്റ് ചെയ്ത് കാണും. ഓൾറെഡി ഇന്ന് തന്നെ കാര്യം സബ്മിറ്റ് ചെയ്തു. അടുത്ത ഹൈക്കോടതി നോക്കുമ്പോൾ അവിടെയും പോകും. ആക്ഷൻ ഉണ്ടായേ പറ്റൂ, അതിന് യാതൊരു സംശയവുമില്ല. അതിശക്തമായ ആക്ഷൻ ഉണ്ടാകണം. FIRൽ നിന്നും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം. അതിനുശേഷമേ ബാക്കി എന്തുള്ളൂ. അതുകൊണ്ട് ഒരു കാരണവശാലും അതിന് പിന്നോട്ട് പോകില്ല. അഥവാ എന്താ പറയണേ, ഏതെങ്കിലും രീതിയിൽ പോലീസ് ആക്ഷൻ എടുക്കുന്നില്ലെങ്കിൽ വേറെ ആക്ഷൻ, ഞാനത് ഭീഷണിയുടെ രൂപത്തിൽ ഒന്നും എന്ന് പറയുന്നത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുകയും ചെയ്യും. അല്ലാത്ത രീതിയിൽ പ്രതികരണം വേണമെങ്കിൽ അങ്ങനെ ചെയ്യിക്കാം. അപ്പൊ മര്യാദ എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തിനും വേണം. ഈ സാധാരണ ഹിന്ദുക്കൾ എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം യേശു ക്രിസ്തുവിനെ ആണെങ്കിലും പ്രവാചകൻ മുഹമ്മദ് നബി ആണെങ്കിലും പറയുമ്പോൾ ഒരു തീവ്ര ഹിന്ദുത്വവാദികളല്ലാത്ത എല്ലാവരും ഏറ്റവും ബഹുമാനവും ആദരത്തോടെ പറയൂ. നമ്മുടെ നാടിന്റെ സംസ്കാരം അതാണ്. എല്ലാ വ്യത്യസ്ത വിഭാഗങ്ങളെയും മതങ്ങളെയും ദൈവബിംബങ്ങളെയും അല്ലെങ്കിൽ ദൈവ ആശയങ്ങളെയും ബഹുമാനിക്കുന്ന ഒരു സംസ്കാരമാണ് നമ്മുടേത്. അപ്പോ അത് തിരിച്ചിട്ടായിരിക്കുന്നതിന് യാതൊരു ന്യായീകരണവുമില്ല. അതുകൊണ്ട് അതിശക്തമായ രീതിയിൽ നടപടികളായിട്ട് മുമ്പോട്ട് പോകും. സണ്ണി എം കബിക്കാടിനെ അറസ്റ്റ് ചെയ്തേ പറ്റൂ. അറസ്റ്റ് ചെയ്യാതെ യാതൊരു വഴിയില്ല. അതുകൊണ്ട് തീർച്ചയായും ഈ ദിവസങ്ങളിൽ മഹാനായ ശ്രീനാരായണ ഗുരുദേവന്റെ അയ്യങ്കാളി അദ്ദേഹത്തിന്റെ അടക്കം വലിയ ദിവസങ്ങളുണ്ട്. ചില ദിവസങ്ങൾ അവധിയാണ്. അതെല്ലാം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ആക്ഷൻ ഉണ്ടാകണം, അറസ്റ്റ് ഉണ്ടാകണം. ഇനി യാതൊരു സംശയവുമില്ല.